എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സരിക. ഞാൻ എടുക്കുന്ന വിഷയം കെമിസ്ട്രിയാണ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി വരെയാണ് കണ്ടത്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ബാക്കിയുള്ള ഭാഗങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ ചില ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അടുത്തതായിട്ട് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റോമിക് മാസിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. കെമിസ്ട്രിയിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ആറ്റം എന്ന് പറഞ്ഞാൽ ദേ ആർ വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് അല്ലേ. വളരെ 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 ചെറിയ പാർട്ടിക്കിൾസ് ആണ് ആറ്റംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായ കാര്യമായിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പോൾ നമുക്ക് സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ലൈക്ക് മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറയുന്ന കുറേ ഉപകരണങ്ങളുണ്ട്, അല്ലെങ്കിൽ മാസ് സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്ന ഉപകരണങ്ങളുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? മാസ് കണ്ടുപിടിക്കാൻ. പക്ഷെ പണ്ട് കാലങ്ങളിലൊന്നും അതുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ സയൻറ്റിസ്റ്റുകൾ എങ്ങനെയായിരുന്നു അറ്റോമിക് മാസ് കണ്ടുപിടിച്ചിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്, ഡിറ്റർമൈൻ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? അത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള എലമെൻറ്റിനെ ആയിരുന്നു ആദ്യകാലങ്ങളിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. അതായത് ഹൈഡ്രജൻ്റെ മാസ് വെച്ചിട്ടായിരുന്നു, റിലേറ്റ് ചെയ്തും കൊണ്ടായിരുന്നു മറ്റുള്ള എലമെൻറ്റുകളുടെ മാസ് കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ ഹൈഡ്രജനെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റായി വെച്ചുകൊണ്ട് മറ്റുള്ള എലമെൻറ്റുകളുടെ അറ്റോമിക് മാസ് കണ്ടുപിടിച്ചിരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുക. എന്താ പറയുക? റിലേറ്റീവ് അറ്റോമിക് മാസ്. എന്തുകൊണ്ട് ആ പേര് വന്നത്? കാരണം നമ്മൾ ഒരു എലമെൻറ്റുമായി റിലേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആദ്യകാലങ്ങളിൽ ആരെയായിരുന്നു എടുത്തിരുന്നത്? ഹൈഡ്രജനെ ആയിരുന്നു എടുത്തിരുന്നത്. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. കാരണം ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? വളരെ സിമ്പിളായിട്ടുള്ള എലമെൻ്റ് ആണ് അല്ലേ. ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ന്യൂട്രോണുകളൊന്നും ഇല്ലാത്ത ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് അല്ലേ. പക്ഷെ പിന്നീട് 19th സെഞ്ച്വറി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കാർബൺ എടുക്കാൻ തുടങ്ങി. അതും കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പിനെ സ്റ്റാൻഡേർഡ് യൂണിറ്റായി സയൻറ്റിസ്റ്റുകൾ എടുത്തു. ഓക്കെ, എന്താണ് കാർബൺ 12? എന്തുകൊണ്ടാണ് ഞാൻ അവിടെ കാർബൺ 12 എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്? കാരണം കാർബണിന് എത്ര ഐസോട്ടോപ്പുകൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പിനെയാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, അമംഗ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14, കാർബൺ 12നെയാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, ഈ കാർബണിനെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ഈ എന്താ പറയുക, അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്ന രീതിയിൽ നമ്മൾ AMU, അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് ഞാൻ ബോർഡിൽ എഴുതിയത് നോക്കൂ. 1 AMU എന്ന് പറയുന്നത് 1/12 മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റമാണ്. ഒരു AMU എന്ന് പറഞ്ഞാൽ എന്താണ്? 1/12 മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. ഒരു കാർബൺ 12ൻ്റെ 1/12 ഭാഗത്തിൻ്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുക? 1 AMU എന്ന് പറയുക. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം അറ്റോമിക് മാസ് യൂണിറ്റ് AMUവിന് നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? സിംപ്ലി വി ടെൽ ഇറ്റ് ആസ് U. ഓക്കെ, യൂണിഫൈഡ് മാസ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോളിക്കുലാർ മാസിനെ കുറിച്ചാണ്. നമ്മൾ തൊട്ട് മുന്നേ എന്ത് പറഞ്ഞു? അറ്റോമിക് മാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോളിക്കുലാർ മാസിനെ കുറിച്ചാണ്. ഓക്കെ, ഇതും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, എന്താണ് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ? ഒരു കമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ മാസ് എന്താണോ അതിനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുക. ഇനി നമുക്ക് എക്സാമ്പിൾ സഹിതം ഒന്ന് നോക്കാം എന്താണ് മോളിക്കുലാർ മാസ് എന്ന്. അപ്പോൾ ഞാൻ ഈ ബോർഡിൽ 2 കോമ്പൗണ്ടുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് മീഥെയിൻ,
CH4 മീത്തേൻ. അടുത്തത് വാട്ടർ. ഓക്കെ, CH4ൽ എത്ര കാർബൺ ഉണ്ട് മക്കളെ? ഒരു കാർബൺ 4 ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു കാർബൺ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു മാസ് നോക്കിക്കേ 12.011 U. യു എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫൈഡ് മാസ് ആണ്. നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത് കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 എന്നാണ് അല്ലേ. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള മാസാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ യു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യൂണിഫൈഡ് മാസ് എന്നാണ്. അത് ആരെ വെച്ച് കമ്പയർ ചെയ്തിട്ടുള്ള മാസ് ആണെന്നുള്ളത് ഓർക്കണം. കാർബൺ 12നെ വെച്ച് കമ്പയർ ചെയ്തിട്ടുള്ള ഇത് കാർബണിൻ്റെ മാസ് തന്നെയാണ്. ഈ മാസമൊക്കെ എന്തിനെ കമ്പയർ ചെയ്തിട്ടുള്ള മാസാണ്? നമ്മുടെ കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പിൻ്റെ മാസ് കമ്പയർ ചെയ്തിട്ടുള്ള മാസാണ്. ഓക്കെ, ഇനി അപ്പോൾ CH4ൻ്റെ മാസ് എത്രയാണ്? 12.011 U എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ മാസ് അല്ലേ. ഒരൊറ്റ കാർബണേ ഉള്ളൂ. സോ 1 ഇൻറ്റു 12.011 U പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഇൻറ്റു 1.008 U. ഇതാണ് ഹൈഡ്രജൻ്റെ മാസ് കേട്ടോ. അപ്പോൾ അത് കൂട്ടുമ്പോൾ നമുക്ക് ഇത്ര കിട്ടും 16.043 U. ഓക്കെ, ഇനി നമ്മൾ വാട്ടറിൻ്റെ മാസ് എടുക്കുകയാണ്. വാട്ടർ എന്ന് പറയുമ്പോൾ H2O. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു ഹൈഡ്രജൻ്റെ മാസ് 1.008 U പ്ലസ് എത്രയാണ്? ഓക്സിജൻ്റെ മാസ് 16.00 U. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 18.02 U. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് വേറൊരു ടേമും കൂടെ ഈ ചാപ്റ്ററിൻ്റെ അകത്തുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഫോർമുല മാസിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? ഫോർമുല മാസ്. അപ്പോൾ എന്താണ് ഈ മോളിക്കുലാർ മാസും എന്താണ് ഫോർമുല മാസും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ വാട്ടർ, മീത്തേൻ എന്നൊക്കെ പറയുന്ന കമ്പൗണ്ടുകളുടെ മാസിനെ നമ്മൾ എന്ത് വിളിക്കും? മോളിക്കുലാർ മാസ് എന്ന് വിളിക്കും. പക്ഷെ ഫോർമുല മാസ് എന്ന് പറയുമ്പോൾ അയണിക് കോമ്പൗണ്ടുകളെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുന്നത് NaCl എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഉണ്ടാവുക? അയോണിക രൂപത്തിലായിരിക്കും ഉണ്ടാവുക അല്ലേ. അയോണിക് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള അയോണിക് കോമ്പൗണ്ടുകളുടെ മാസ് പറയുമ്പോൾ നമ്മൾ മോളിക്കുലാർ മാസ് എന്നല്ല പറയുക. എന്താ പറയുക? ഫോർമുല മാസ് എന്നാണ് പറയുക. ഓക്കെ, ഒന്നുകൂടെ എന്താണ് മോളിക്കുലാർ മാസും എന്താണ് ഫോർമുല മാസും തമ്മിലുള്ള വ്യത്യാസം എന്ന് എന്താ നമ്മൾ പറഞ്ഞത്? മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്പൗണ്ടിൻ്റെ മാസ്, അതായത് ഒരു കോവാലന്റ് കോമ്പൗണ്ടിൻ്റെ മാസ്. ഓക്കെ, പക്ഷേ ഫോർമുല മാസ് എന്ന് പറയുമ്പോൾ ആരുടെ മാസാണത്? ഒരു അയോണിക് കോമ്പൗണ്ടിൻ്റെ, അതായത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിൽ അയോണിക ബന്ധനമാണുള്ളതെങ്കിൽ അയോണിക് കോമ്പൗണ്ടുകളുടെ മാസിന് നമ്മൾ എന്ത് പേരാ പറയുക? ഇറ്റ് ഇസ് ഫോർമുല മാസ്. അല്ലാതെ മോളിക്കുലാർ മാസ് എന്നല്ല പറയുക, ഫോർമുല മാസ് എന്നാണ് പറയുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ടോപ്പിക് മോൾ കൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ്. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നൊരു ചാപ്റ്ററാണ് അല്ലേ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ പറഞ്ഞേ എന്താണ് മോൾ അല്ലെങ്കിൽ 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവിടെ എന്താ പഠിച്ചത്? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ ഉള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ അളവിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുക. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ പറയുന്നു. അതായത് 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസ് തന്നെയായിരിക്കും ഒരു മോളിൽ ഉണ്ടാവുക. ഓക്കെ, 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ എത്രമാത്രം പാർട്ടിക്കിൾസ് ഉണ്ടോ അത്ര തന്നെയായിരിക്കും ഒരു മോളിൽ ഉണ്ടാവുക. ഓക്കെ, ഈ 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അത്ര തന്നെയായിരിക്കും ഒരു മോളിലും ഉണ്ടാവുക. Okay, 1 mole is the amount of the substance containing Avogadro number of particles എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഈ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എവിടെയാണ് ഉള്ളത്? 12 ഗ്രാം ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പിലും എത്ര പാർട്ടിക്കിൾസാണ് ഉള്ളത്? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയായിരിക്കും ഒരു മോളിലും ഉണ്ടാവുക. അപ്പം ഞാനിവിടെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട് എന്താണ് 1 മോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ 1 മോൾ ഇസ് ദ എമൗണ്ട് ഓഫ് ദ സബ്സ്റ്റൻസ് ദറ്റ് കണ്ടെയ്ൻസ് as many particles as there are in exactly 12 gram of carbon 12 isotope. Okay, carbon 12 isotope എത്ര മാത്രം പാർട്ടിക്കിൾസ് ഉണ്ടോ അത്ര തന്നെ ആയിരിക്കും ഒരു മോളിലും ഉണ്ടാവുക. ഓക്കെ, കാർബൺ 12 ഐസോട്ടോപ്പിൽ എത്ര, അതായത് 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ എത്ര പാർട്ടിക്കിൾ
പാർട്ടിക്കിൾസ് ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? അത്ര തന്നെയായിരിക്കും ഒരു മോളിലും ഉണ്ടാവുക. ഓക്കെ മക്കൾ, അടുത്ത ടേം കണ്ടോ? നമ്മൾ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? മോൾ കൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ് എന്നാണ്. നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ് മോൾ എന്നാണ് അല്ലേ? അപ്പോൾ എന്താണ് മോളാർ മാസ് എന്ന് പറയുന്നത്? ആ പേര് തന്നെ ഉണ്ട്. എന്താണ്? ഒരു മോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ മാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ മാസ്. ഒരു മോൾ ഒരു പദാർത്ഥത്തിൻ്റെ മാസിനെ വിളിക്കുന്ന പേരാണ് മോളാർ മാസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജ് കോമ്പസിഷൻ. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് പ്രോബ്ലംസ് ചോദിക്കും കേട്ടോ. അപ്പോൾ പഠിക്കണം, എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു കോമ്പൗണ്ടിലുള്ള ഒരു എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കോമ്പസിഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫോർമുല ആദ്യം പഠിക്കുക. എന്താണ്? മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ്. ഓക്കെ, ഒരു കമ്പൗണ്ടിൽ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് മാസ് ഓഫ് ദ എലമെൻറ്റ് ഇൻ ദ കമ്പൗണ്ട്. ഓക്കെ, ആ കമ്പൗണ്ടിൽ ആ എലമെൻറ്റിൻ്റെ മാസ് എത്രയാണോ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കമ്പൗണ്ട്, അതായത് ആ കമ്പൗണ്ടിൻ്റെ ടോട്ടൽ മാസ് എത്രയാണോ, ഓക്കെ, ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കോമ്പസിഷൻ അല്ലെങ്കിൽ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഒരു കമ്പൗണ്ടിൽ ഒരു എലമെൻറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് കോമ്പസിഷൻ എത്രയുണ്ട് എന്നെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? That is equal to mass of that element in the compound divided by molar mass of the compound into 100. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കൊരു എക്സാമ്പിൾ സഹിതം നോക്കാം. ഞാൻ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾ വാട്ടറാണ് കേട്ടോ, H2O. അപ്പോൾ അതിൽ ആരൊക്കെയുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാൾക്കാരുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ആരുടെയൊക്കെ കണ്ടുപിടിക്കണം? ഒന്ന് ഹൈഡ്രജൻ്റെ കണ്ടുപിടിക്കണം, ഒന്ന് ഓക്സിജൻ്റെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കുക എന്ന്. എന്താണ് ഇക്വേഷൻ? മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട്. മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആരെയാണ്? ഹൈഡ്രജനെയാണ്. നമ്മൾ ആദ്യം ഹൈഡ്രജനെയാണ് പറയുന്നത്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു എത്ര ഹൈഡ്രജൻ ഉണ്ട്? H2O എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ അല്ലേ? അപ്പോൾ 2 ഇൻറ്റു ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1.008. ഇവിടെ യു ഉണ്ട് കേട്ടോ, ഉണ്ടേ. ഇനി ഡിവൈഡഡ് ബൈ എത്രയാണ് വാട്ടറിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊളിക്കുലാർ മാസ് എന്ന് പറയുന്നത്? 18.02 യു ആണ്. ഓക്കെ, അപ്പോൾ താഴെയും മുകളിലും യു ഉള്ളതുകൊണ്ട് കട്ട് ചെയ്തു പോകും, അതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത് കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു 1.008 ഇതാരുടെ മാസാണ്? ഹൈഡ്രജൻ്റെ ആ കമ്പൗണ്ടിലുള്ള മാസാണ്. ഡിവൈഡഡ് ബൈ 18.02 എന്ന് പറയുന്നത് എന്താണ്? വാട്ടറിൻ്റെ ആ കമ്പൗണ്ടിലുള്ള അല്ലെങ്കിൽ ആ കമ്പൗണ്ടിൻ്റെ മോളാർ മാസാണ്. ഓക്കെ, അല്ലെങ്കിൽ മോളിക്കുലാർ മാസാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇൻറ്റു 100. എത്ര കിട്ടും? 11.18. അത്രയും പെർസെൻറ്റേജ് ആണേ. ഇനി മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ H2O അല്ലേ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഓക്സിജൻ ഉണ്ട്? ഒരൊറ്റ ഓക്സിജനേ ഉള്ളൂ. എന്താണ് ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത്? അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16.00 ആണ് അല്ലേ? 16.00 യു ആണ്. ഡിവൈഡഡ് ബൈ എത്രയാണ് വാട്ടറിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്? 18.02 ആണ്. ഓക്കെ, ദാറ്റ് ഇൻറ്റു 100. അപ്പം 88.79. ഇത്ര എളുപ്പമാണ് പെർസെൻറ്റേജ് കോമ്പസിഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? മാസ് പെർസെൻറ്റേജ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദ കമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു 100. മോളാർ മാസ് ഓഫ് ദാറ്റ് കമ്പൗണ്ട് ഇൻറ്റു 100. ആ എലമെൻറ്റിൻ്റെ മാസ് ആ കമ്പൗണ്ടിൽ എത്രയാണോ ഡിവൈഡഡ് ബൈ ആ കമ്പൗണ്ടിൻ്റെ ടോട്ടൽ മാസ് ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാസ് പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഈ ചാപ്റ്ററിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് കേട്ടോ. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. ഓക്കെ, എന്താണത്? ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. ഓക്കെ, ഇതിൽ നിങ്ങൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്ന കാര്യം വളരെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എംപിരിക്കൽ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് എംപിരിക്കൽ ഫോർമുല? ഞാനവിടെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. അതായത് ഏത് ഫോർമുലയിൽ നിന്നാണോ നമുക്കൊരു റേഷ്യോ, അതായത് ആറ്റങ്ങളുടെ അനുപാതം കിട്ടുന്നത്,
ഓക്കെ, അതായത് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ, അതായത് ആറ്റങ്ങളുടെ അനുപാതം മാത്രമേ, റേഷ്യോ മാത്രമേ നമുക്ക് ആ ഫോർമുലയിൽ നിന്ന് മനസ്സിലാകൂ. ഏത് ഫോർമുലയിൽ നിന്ന്? എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് മനസ്സിലാകൂ. അതായത് ആറ്റങ്ങൾ ഏത് അനുപാതത്തിലാണുള്ളത്, ഏത് റേഷ്യോയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് മാത്രമുള്ള ഐഡിയ തരുന്ന ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. പക്ഷെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എക്സാക്ട് നമ്പർ ഓഫ് ആറ്റങ്ങൾ തരുന്നു. എത്ര എണ്ണം ആറ്റങ്ങളുണ്ട് എന്ന് നമുക്ക് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഫോർമുലയാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല? എംപിരിക്കൽ ഫോർമുല just gives you what? It just gives you the simplest ratio, whole number ratio of different elements. Okay, but molecular formula gives you the exact number of atoms present. Okay, so what is the difference between empirical formula and molecular formula? Empirical formula just gives you the simplest ratio of elements. ഓക്കെ, ഏത് അനുപാതത്തിലാണ് ആറ്റങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഫോർമുല മാത്രമാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. പക്ഷേ മോളിക്കുലർ ഫോർമുലയിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി എത്ര ആറ്റങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, നമുക്ക് ഇതൊരു എക്സാമ്പിൾ സഹിതം നോക്കാം. അപ്പം നമ്മൾ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എങ്ങനെ നമുക്ക് എഴുതാം, ഒരു കമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. ഓക്കെ, അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ്സ് സിംപ്ലസ്റ്റ് റേഷ്യോ, ഹോൾ നമ്പർ റേഷ്യോ അല്ലേ. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പം നമുക്കത് എങ്ങനെ എഴുതാം നോക്കാം. ഓക്കെ, ഞാൻ ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ സൊല്യൂഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണിത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്? ഒരു കോമ്പൗണ്ട്. കമ്പൗണ്ട് കണ്ടെയ്ൻസ് എന്തൊക്കെയാണുള്ളത്? 4.07% ഹൈഡ്രജൻ ഉണ്ട്, 4.07% ഹൈഡ്രജൻ ഉണ്ട്, 24.27% കാർബൺ ഉണ്ട്, 71.65% ക്ലോറിൻ ഉണ്ട്. ഒരു കമ്പൗണ്ടിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. 4.07% ഹൈഡ്രജൻ ഉണ്ട്, 24.27% കാർബൺ ഉണ്ട്, 71.65% ക്ലോറിൻ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എഴുതുക, കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ആദ്യം പറഞ്ഞു, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ ആദ്യം ചെയ്യാം? കൺവേർഷൻ ഓഫ് ദ മാസ് പെർസെൻറ്റേജ് ഇൻ ടു ഗ്രാംസ്. നമുക്ക് തന്നിരിക്കുന്നത് എല്ലാം ശതമാനത്തിലാണ്, പെർസെൻറ്റേജിലാണ്. ഓക്കെ, അതിനെ എന്താക്കി മാറ്റുക? ഗ്രാമിലേക്കാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ എന്താവും? 4.07% ഗ്രാം ഹൈഡ്രജൻ ആവും അല്ലേ, 24.27 ഗ്രാം കാർബൺ ആവും, 71.65 ഗ്രാം ക്ലോറിൻ ആവും. അപ്പോൾ എന്താണ് നമ്മൾ എന്താ ചെയ്തത്? സിംപ്ലി പെർസെൻറ്റേജിലുള്ളത് ഗ്രാമിലേക്ക് മാറ്റി. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്പർ ഓഫ് മോൾസ്, കൺവേർഷൻ ഇൻ ടു ദ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, എന്ത് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഓക്കെ, എങ്ങനെയത്? ആദ്യം മോൾസ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് മാസാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ബൈ ദ മോളിക്കുലാർ മാസ് അല്ലേ. അപ്പോൾ നോക്കിക്കോളൂ, മോൾസ് ഓഫ് ഹൈഡ്രജൻ നമ്മുടെ മാസ് എത്രയാണ്? നമുക്ക് നമ്മുടെ കൈ തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 4.07 ഗ്രാം ഹൈഡ്രജൻ ആണ്. ഡിവൈഡഡ് ബൈ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്താണ്? 1.008 ഗ്രാം ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4.04. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? മോൾസ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചു. മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 4.07 ഗ്രാം ഡിവൈഡഡ് ബൈ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1.008 ഗ്രാം അല്ലേ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM അല്ലെങ്കിൽ GMM, ഇങ്ങനെയല്ലേ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക അല്ലേ. ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത് GAM ആണ്, ആരുടെ? ഹൈഡ്രജൻ്റെ അല്ലേ. ഇനി മോൾസ് ഓഫ് കാർബൺ എങ്ങനെ കണ്ടുപിടിക്കുക? 24.27 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന മാസാണ്. 24.27 ഗ്രാം ഡിവൈഡഡ് ബൈ 12.01 ഗ്രാം കാർബണിൻ്റെ അറ്റോമിക് മാസ് ആണ്. സോ വിൽ ബി ഗെറ്റിംഗ് 2.021. ഓക്കെ, ഇനി മോൾസ് ഓഫ് ക്ലോറിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 71.65 ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ എത്രയാണ് ക്ലോറിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്? 35.453 ഗ്രാം. ഓക്കെ, എന്നിട്ട്
നമ്മൾ കണ്ടുപിടിച്ചു 2.021 എന്ന് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് 2 സ്റ്റെപ്പ് എന്താണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജിലുള്ളതിനെ നമ്മൾ മാസിലേക്ക് കൺവേർട്ട് ചെയ്തു. രണ്ടാമതായിട്ട് നമ്മൾ ഓരോ എലമെൻറ്റുകളുടെയും എന്ത് കണ്ടുപിടിച്ചു? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയും. നമുക്ക് തേർഡ് സ്റ്റെപ്പ് നോക്കാം. തേർഡ് സ്റ്റെപ്പ് എന്താണ് നോക്കൂ. ഡിവൈഡ് ദ മോൾ വാല്യൂ ബൈ ദി സ്മോളസ്റ്റ് നമ്പർ. എന്താണ് ഡിവൈഡ് ദി മോൾ വാല്യൂ ബൈ ദി സ്മോളസ്റ്റ് നമ്പർ? നമ്മൾ തൊട്ട് മുന്നേ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ഹൈഡ്രജൻ്റെത്, കാർബണിൻ്റെത്, ക്ലോറിൻ്റെത് 3 എണ്ണത്തിന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര ഹൈഡ്രജൻ്റെത്? 4.04, കാർബണിൻ്റെത് 2.021, ക്ലോറിൻ്റെത് 2.021. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? സംഖ്യ ഏതാണ്? 2.021. ആ 2.021 കൊണ്ട് ടോട്ടലായിട്ട്, അതായത് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? 2, 1, 1. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമ്മൾ എംപിരിക്കൽ ഫോമിൽ എഴുതാൻ പോവാണ്. ഓക്കെ, എംപിരിക്കൽ ഫോമിൽ എങ്ങനെ എഴുതുക നോക്കൂ. നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് H ആണ്. H എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്? 2 എന്നാണ് കിട്ടിയ വാല്യൂ അല്ലേ? എത്ര കാർബൺ കിട്ടിയിരിക്കുന്നത്? 1 ആണ് കിട്ടിയത്. ക്ലോറിൻ എത്ര കിട്ടിയിരിക്കുന്നത്? 1. അപ്പോൾ എന്താ ഫോമിൽ എന്താ വരിക? CH2Cl1. അങ്ങനെ 1 എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ CH2Cl. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 4 സ്റ്റെപ്സായി പറയുന്നു. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഓരോന്നിൻ്റെയും പെർസെൻറ്റേജിൽ നിന്ന് മീൻസ് ഗ്രാമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. രണ്ടാമതായിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് മോൾസിൽ ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് ത്രൂ ഔട്ട് ഓരോ വാല്യൂസിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ കാര്യം കിട്ടിയ നമ്പേഴ്സ് കൊണ്ട് നമ്മൾ എംപിരിക്കൽ ഫോമിൽ എഴുതി. ഇത്രയുമാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമ്മളിപ്പോൾ 4 സ്റ്റെപ്പ് കണ്ടു. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ മോളിക്കുലാർ ഫോമിൽ എഴുതാൻ പോവാണ്. നമ്മൾ എംപിരിക്കൽ ഫോമിൽ എഴുതി കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ മോളിക്കുലാർ ഫോമിൽ എഴുതാൻ പോവാണ്. ഓക്കെ, ഈ മോളിക്കുലാർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ചെയ്യണം. ഓക്കെ, അത് 3 സ്റ്റെപ്പുകളായിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? എംപിരിക്കൽ ഫോമിലയിലേക്ക് കിട്ടിയത് എന്താ? ഇത് CH2Cl ആണ് നമ്മുടെ എംപിരിക്കൽ ഫോമുല എന്ന് പറയുന്നത്. ഇതിൻ്റെ മാസ് കണ്ടുപിടിച്ചൂടെ? നമുക്ക് എംപിരിക്കൽ ഫോമുലയുടെ മാസ് കണ്ടുപിടിച്ചൂടെ അല്ലേ? നമുക്ക് കാർബണിൻ്റെ മാസ് അറിയാം, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് അറിയാം, ക്ലോറിൻ്റെ അറ്റോമിക് മാസ് അറിയാം. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും മാസ് കൂട്ടി നമുക്കിതാ നമ്മുടെ എംപിരിക്കൽ ഫോമുല മാസ് കിട്ടി. എത്രയായിരുന്നത്? 49.48. ഒന്നുകൂടെ പറയാണ്, നമ്മൾ എംപിരിക്കൽ ഫോമുല എഴുതി, ആ എംപിരിക്കൽ ഫോമുലയുടെ മാസ് കണ്ടുപിടിച്ചു. എത്രയാണത്? 49.48 ഗ്രാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു മോളാർ മാസ് തന്നിട്ടുണ്ട് അല്ലേ? ഞാൻ എഴുതിയിട്ടുണ്ട് 98.96 എന്ന് പറഞ്ഞ് നമുക്ക് മോളാർ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തായി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മോളാർ മാസിനെ എംപിരിക്കൽ മാസ് കൊണ്ട് ഡിവൈഡ്. എത്ര മോളാർ മാസ്? 98.96 ആണ്. ഡിവൈഡഡ് ബൈ എന്താണ് എംപിരിക്കൽ ഫോമുല മാസ് എന്ന് പറയുന്നത്? 49.48 ആണ്. ഒന്നുകൂടെ നമുക്കൊരു മോളാർ മാസ് തന്നിട്ടുണ്ട്. ആ മോളാർ മാസിനെ എംപിരിക്കൽ ഫോമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നത് 2 ആണ്. ഓക്കെ, ഈ 2 എന്താണ്? N എന്നാണ്. N എന്നിട്ട് കൊടുക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ ഈ N വാല്യൂ ഇല്ലേ, ആ N വാല്യൂവിനെ നമ്മൾ ആ എംപിരിക്കൽ ഫോമുലേനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എന്താണ് N എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 2 ആണല്ലേ? അപ്പോൾ 2വിനെ കൊണ്ട് നമ്മുടെ എംപിരിക്കൽ ഫോമുലേനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എന്താ നമ്മുടെ എംപിരിക്കൽ ഫോമുല? CH2Cl അല്ലേ നമ്മുടെ എംപിരിക്കൽ ഫോമുല എന്ന് പറയുന്നത്. മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 2 × C. അപ്പോൾ 2C2, 2 × 2 4, അപ്പോൾ H4, 2 × Cl ഒരു പ്രാവശ്യം, അപ്പോൾ Cl2. ഓക്കെ, ഇതാണ് നമ്മുടെ മോളിക്കുലാർ ഫോമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എംപിരിക്കൽ ഫോമുല കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി, മോളിക്കുലാർ ഫോമുല എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നുകൂടെ പറയാം, എംപിരിക്കൽ ഫോമുല കിട്ടിക്കഴിഞ്ഞാൽ 3 സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക? ആദ്യം നമ്മൾ ആ എംപിരിക്കൽ ഫോമുലയുടെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? മോളാർ മാസിനെ എംപിരിക്കൽ ഫോമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്കൊരു സംഖ്യ കിട്ടും. അതാണ് N എന്ന് പറയുന്നത്. ആ Nനെ അല്ലെങ്കിൽ ആ നമ്പറിനെ നമ്മൾ എംപിരിക്കൽ ഫോമുലേനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എംപിരിക്കൽ ഫോമുല മാസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും എന്നല്ല ഞാൻ പറഞ്ഞത്, എംപിരിക്കൽ ഫോമുലേനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്നതാണ് മോളിക്കുലാർ ഫോമുല എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ 5 സ്റ്റെപ്പുകൾ കേട്ടോ. ഈ 5 സ്റ്റെപ്പുകളും വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്തത്? പെർസെൻറ്റേജിനെ ഗ്രാമിലേക്ക് മാറ്റി. രണ്ടാമതായിട്ട് എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. ഈ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ
ചെറിയ സംഖ്യ ഏതാണോ ആ സംഖ്യ കൊണ്ട് എല്ലാ മോൾസിനെയും നമ്പർ ഓഫ് മോൾസിനെയും ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു റേഷ്യോ കിട്ടും. ആ റേഷ്യോ വെച്ച് എംപിരിക്കൽ ഫോർമുല എഴുതുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? എംപിരിക്കൽ ഫോർമുലയുടെ മാസ് കണ്ടുപിടിക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മോളാർ മാസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നമുക്കൊരു എൻ വാല്യൂ കിട്ടും. ആ എൻ വാല്യൂവിനെ എംപിരിക്കൽ ഫോർമുല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയുമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.